മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 15-ാം നൂറ്റാണ്ടിൽ ഇക്വഡോറിലെ ക്യൂറ്റോയിൽ ജീവിച്ചിരുന്ന സ്പാനിഷ് കന്യാസ്ത്രീയായിരുന്ന മരിയാന ഡെ ജീസസ് ടോറസിന് 1594 ഫെബ്രുവരി 2 മുതൽ 1634 ഫെബ്രുവരി 2 വരെ നിരവധി തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1594 ഫെബ്രുവരി 2-ാം തീയതി അതിരാവിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മദർ മരിയാനയ്ക്ക് മാതാവിന്റെ ആദ്യ പ്രത്യക്ഷീകരണം ഉണ്ടായത്. ഇടതുകൈയിൽ ഉണ്ണിയേശുവും വലതുകൈയിൽ സ്വർണ്ണ അംശവടിയുമായി പ്രത്യക്ഷപ്പെട്ട അമ്മ താൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് പറഞ്ഞുകൊണ്ട് മരിയാനയ്ക്ക് സ്വയം വെളിപ്പെടുത്തി. തുടർന്ന് പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ മരിയാനയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. മരിയാനയുടേത് ക്ലേശങ്ങളിൽ നിറഞ്ഞ ജീവിതമായിരിക്കുമെങ്കിലും ഒരിക്കലും ധൈര്യം കൈവിടരുത് എന്നതായിരുന്നു അവയിലൊന്ന്. അമ്മ നൽകിയ ഉണ്ണിയേശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരിയാന ഈശോയുടെ ബഹുമതിക്കും മഹിമയ്ക്കും എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ആർജിച്ചു. നിരവധി തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് മരിയാനയ്ക്ക് നൽകിയ സന്ദേശങ്ങൾ പിന്നീട് മരിയാന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ ആത്മീയ മേഖലയിൽ വരാനിരിക്കുന്ന തകർച്ചകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാർമ്മിക ജീവിതം അധപതിക്കുമെന്നും വിവാഹമെന്ന കൂദാശിയുടെ പവിത്രത നഷ്ടപ്പെടുമെന്നും ജനങ്ങൾക്കും മറ്റു പുരോഹിതർക്കും ഉതുപ്പ് നൽകുന്ന പുരോഹിതർ ഉണ്ടാകുമെന്നും സ്ത്രീകൾ എളിമയില്ലാത്തവർ ആകുമെന്നും ലൈംഗിക പാപങ്ങൾ വർദ്ധിക്കുമെന്നും അത് ഒരുപാട് ആത്മാക്കളെ നശിപ്പിക്കുമെന്നും ദൈവവിളികൾ കുറയുമെന്നും അമ്മ മരിയാനയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. എന്നാൽ ഈ ആത്മീയ തകർച്ചകൾക്ക് ശേഷം ഒരു ആത്മീയ വളർച്ച ലോകത്തിലുണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. തന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നും അതുവഴി ആ കോൺവെന്റ് അനുഗ്രഹിക്കപ്പെടും എന്നും മാതാവ് മരിയാനയോട് പറഞ്ഞു. 1634 അവസാനമായി പരിശുദ്ധ അമ്മ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. 1635 ഈ ലോകത്തോട് വിട പറഞ്ഞ മരിയാനയുടെ ഭൗതിക ശരീരം ഇന്നും അഴുകാതിരിക്കുന്നു എന്നതും അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ഇതാണ് വിജയമാതാവിന്റെ ചരിത്രം. നമുക്കും വിജയമാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം.